ഡാ. ലൈറ്റ് തെളിഞ്ഞിട്ടും സഹസ്രയിൽ നിന്നും തലയിണ മാറ്റാതെ അയാൾ ദക്ഷനെ തിരിഞ്ഞു നോക്കി. അവൾ തൻ്റെ അരികിൽ വരുന്നതിന് മുൻപ് തന്നെ സഹസ്രയെ ഇല്ലാതാക്കണമെന്ന തീരുമാനമായിരുന്നു അയാളുടെ ഉള്ളിൽ. വിടടാ. കണ്ട കാഴ്ചയിൽ ഒരു നിമിഷം തറഞ്ഞു നിന്നു പോയെങ്കിലും സഹസ്രയിൽ നിന്നും ഒഴുകുന്ന ബ്ലഡ് കണ്ട് ചങ്കിടിപ്പോടെ അവൾ അവൻ്റെ അരികിലേക്ക് ഓടി. ആ ബഹളങ്ങളെല്ലാം കേട്ട് വൈദേഹി ഉണർന്നിരുന്നു. അവർ വെപ്രാളത്തോടെ നോക്കുമ്പോൾ കാണുന്നത് ദക്ഷ ആരെ പിടിച്ച പിന്നിലേക്ക് തള്ളുന്നതാണ്. അയാൾ മുഖമെല്ലാം നല്ലതുപോലെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മേ, മാമയെ വിളിക്ക് വേഗം, ബ്രഹ്മേട്ടൻ. താഴെ വീണവൻ വെപ്രാളത്തോടെ ഡോർ തുറന്ന് ഓടിയത് കണ്ടതും ദക്ഷം മിഴിച്ചിരിക്കുന്ന വൈദേഹിയോട് ആക്രോശിച്ചു. സഹസ്രയുടെ കിടപ്പ് കണ്ട് അവർ കണ്ണുനീരോടെ അപ്പുറത്തെ റൂമിലേക്ക് ഓടി. ശ്വാസം കിട്ടാതെ ആഞ്ഞു വലിക്കുന്ന സഹസ്ര നെഞ്ചിൽ തടവി കൊടുക്കുമ്പോൾ ദക്ഷയ്ക്ക് വല്ലാത്ത വെപ്രാളം തോന്നിയിരുന്നു. അതുപോലെയാണ് സഹസ്രയുടെ അപ്പോഴത്തെ അവസ്ഥ. അവൻ വല്ലാതെ കിടന്ന് പിടയുന്നുണ്ട്. ശ്വാസം കിട്ടാത്തതിന് പുറമെ മുറിവിൻ്റെ വേദനയും. വൈദേഹി വിളിച്ചതിനെ തുടർന്ന് വീരസിംഹയും അക്ഷയും വേഗം തന്നെ റൂമിലേക്ക് ഓടിയെത്തിയിരുന്നു. ആരോ ബ്രഹ്മേട്ടനെ കൊല്ലാൻ നോക്കി മാമേ. സ്റ്റിച്ചിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ഡോക്ടറെ വിളിക്ക്. അവരെ കണ്ടതും അല്പം ആശ്വാസം തോന്നി ദക്ഷ വിതുമ്പലോടെ പറഞ്ഞുകൊണ്ട് സഹസ്ര നെഞ്ചിൽ പതിയെ തടവി കൊടുത്തു. പേടിക്കണ്ട, ഒന്നുമില്ല. ശ്വാസം നീട്ടി വലിച്ചേ. അപ്പോഴും ശ്വാസം എടുപ്പ് നേരെ ആകാത്ത സഹസ്രയെ നിയന്ത്രണത്തിലാക്കാൻ ദക്ഷ പാടുപെട്ടു. ദക്ഷ പറഞ്ഞു തീർന്നതും വീരസിംഹം വെപ്രാളത്തോടെ ഡോക്ടറിനെ ഫോൺ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഡോക്ടർ റൂമിലേക്ക് ഓടിയെത്തിയിരുന്നു. ഇന്നൊരു ദിവസം ഐസിയുവിൽ കിടക്കട്ടെ, രാവിലെ റൂമിലേക്ക് മാറ്റാം. ബ്ലഡ് അല്പം പോയിട്ടുണ്ട്, കുട സ്റ്റിച്ചും വളഞ്ഞിട്ടുണ്ട്. അല്ലാതെ സ്റ്റിച്ച് വിറ്റിട്ടില്ല, പേടിക്കണ്ട. സഹസ്ര റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന നോക്കി ദക്ഷ തളർച്ചയുടെ ബെഡിലിരുന്നു. പേടിക്കാനൊന്നുമില്ലെങ്കിലും അവളുടെ ഹൃദയം നിർത്താതെ ഇടിക്കുകയാണ്. അതുപോലെ ഒരു കാഴ്ചയാണല്ലോ കൺമുന്നിൽ കണ്ടത്. ഇപ്പോഴും ശരീരത്തിൻ്റെ വിറയിൽ അങ്ങോട്ടും മാറുന്നില്ല. താൻ എഴുന്നേൽക്കാൻ താമസിച്ചിരുന്നെങ്കിൽ അവൾക്കത് ഓർക്കാൻ പോലും പറ്റിയില്ല. തലയിൽ കൈ താങ്ങി ദക്ഷ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവരും ടെൻഷനോടെ ഇരുന്നു. എന്താ പറ്റിയത് ഡോക്ടറെ? അല്പസമയം കഴിഞ്ഞു പോയതും അക്ഷയ് പതിയെ ദക്ഷയോട് കാര്യം ചോദിച്ചു. ഞങ്ങൾ ഉറങ്ങിയതാ. എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ ഞാൻ കാണുന്നത് ബ്രഹ്മേട്ടനെ ആരോ തലയിണ അമർത്തി കൊല്ലാൻ നോക്കുന്നതാണ്. ദക്ഷാരംഗം വീണ്ടും കണ്ടതുപോലെ ഒന്ന് വിറച്ചുപോയി. ഇവിടെ വന്നിങ്ങനെ ചെയ്യാൻ ആർക്കാണ് ഇത്ര ധൈര്യം? വീരസിംഹ ദേഷ്യത്തിൽ എഴുന്നേറ്റു. പിന്നെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഇവിടെ വന്നത് ആരാണെന്ന് എനിക്ക് ഇപ്പം തന്നെ അറിയണം, ഇല്ലെങ്കിൽ അയാൾ ഫോണിലൂടെ ഗൗരവത്തിൽ പറഞ്ഞൊരു ദേഷ്യത്തോടെ റൂമിലേക്ക് നടന്നു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അവിടെ റൂമിൽ ആരോ വന്നു. സാർ, ഇതാ സാർ വീഡിയോ. പക്ഷേ ഇയാൾ ശരീരം മുഴുവനും മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല. ഒരു സ്റ്റാഫ് വന്നവിടുത്തെ CCTV വിഷ്വൽ അയാൾക്ക് നേരെ കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും അക്ഷയ് തൻ്റെ നമ്പർ കൊടുത്ത് വേഗം അതിലേക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് പോയതും അക്ഷയ്ക്ക് അരികിൽ വന്നിരുന്ന ആ വീഡിയോയിലേക്ക് കണ്ണ് നീട്ടിയവൾ. ആരെ ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ? എല്ലാം കണ്ടും കേട്ടും വരുന്ന വൈദേഹി കണ്ണുനീരോടെ ചോദിച്ചു കേട്ടതും വീരസിംഹ അവരെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആരായാലും അവനിനി അധികം ആയുസ് വളരെ കുറവാണ് വൈദു. ആ ഉറപ്പ് ഞാൻ നിനക്ക് തരാം. വീരസിംഹം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു കേട്ടതും ദക്ഷയുടെ മുഖമൊന്ന് കടുത്തു. അവളുടെ കണ്ണുകൾ ഫോണിലെ വീഡിയോയിലൂടെ ഒഴുകി നടന്നു. എങ്കിലും അത് ആരാണെന്ന് മനസ്സിലാക്കാൻ അവൾക്കും പറ്റിയില്ല. വല്ലാത്തൊരു ദേഷ്യത്തോടെ ദക്ഷ ബെഡിൽ തല താഴ്ത്തിയിരുന്നു പോയി. കൂടെ തന്നെ അക്ഷയും വീരസിംഹയും. മുത്തശ്ശ. മുന്നിൽ ഗൗരവത്തോടെ ഇരിക്കുന്ന വർമ്മയെ നോക്കി ഇന്ദ്രൻ പതിയെ വിളിച്ചു. അത് കേട്ടതും അയാൾ അവനെ അല്പം ദേഷ്യത്തിൽ നോക്കി. അത് കണ്ടതും ഇന്ദ്രൻ മുഖമൊന്ന് വിളറിപ്പോയി. എന്തൊക്കെയാണ് ഇന്ദ്ര ചെയ്തു വെച്ചത് ആ സഹസ്രേ? ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീ? അയാൾക്ക് ഇന്ദ്രനോട് വല്ലാത്ത ദേഷ്യം തോന്നി. മുത്തശ്ശ, എനിക്ക് അവളില്ലാതെ പറ്റില്ല. എന്ത് വില കൊടുത്തും എനിക്ക് ദക്ഷ വേണമെന്ന് ഓർത്തുപോയി. ഇന്ദ്രൻ നിറഞ്ഞ കണ്ണോടെ പറഞ്ഞു കേട്ടതും അയാളൊരു ദീർഘശ്വാസം എടുത്തു. അത് കിട്ടുന്ന സിദ്ധു തൻ്റെ ദേഷ്യം പരമാവധി പുറത്ത് കാണിക്കാതെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു. അരികിൽ തീർത്തൊരു പുച്ഛത്തോടെ നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും ഇനിയും അവസരം കിട്ടും ഇന്ദ്ര. അതിനോരോ വഴി നമുക്ക് മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമായിരുന്നു. പക്ഷെ നീ അവിടെ അബദ്ധം കാണിച്ചു. അയാൾ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ അയാളെ തന്നെ നോക്കി കിടന്നു. എന്തൊക്കെ പറഞ്ഞാലും അവളെ നിനക്ക് ഞാൻ നേടിത്തന്നിരിക്കും ഇന്ദ്ര. ഇതിപ്പോൾ എൻ്റെ വാശി കൂടിയാണ്. നിന്നെ വെട്ടി പരിക്കേൽപ്പിച്ച് അവൾ തന്നെ നമ്മുടെ പരമ്പരയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരും. അയാൾ അത്രമേൽ ഉറപ്പോടെ അവന് വാക്കു കൊടുക്കുമ്പോൾ ഇന്ദ്രൻ്റെ കണ്ണുകൾ വല്ലാതെ നിന്ന് തിളങ്ങിപ്പോയി. ഒരു ദക്ഷ. എല്ലാവർക്കും അവളെ മതി. ആ സഹസ്രം ഞാനൊന്ന് സ്വന്തമാക്കിക്കോട്ടെ. കാണിച്ചു തരാം എല്ലാവർക്കും ഞാൻ. തീർത്ത മുറുമുറുപ്പോടെ ഒന്ന് ഞൊടിച്ചുപോയി. നീ എന്താ ഇവിടെ? അവർക്കരികിലേക്ക് വന്ന മാളുവിനെ കണ്ടതും ഇന്ദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഞാൻ ഏട്ടനെ കാണാൻ. വർമ്മയെന്ന് നോക്കി പതിയെ പറഞ്ഞുകൊണ്ട് മാളു അവർക്കരികിലേക്ക് പതുങ്ങി നീന്നു. ഇറങ്ങിപ്പോയി പോകാൻ. നിന്നെ എനിക്ക് കാണണ്ട. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ജനിച്ച അപശകുനം. ഇന്ദ്രൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും മാളു ഒരു ഏങ്ങിലോടെ അവനെ നോക്കി. ആ ചീത്തപ്പേര് മാറ്റാനല്ല ഇന്ദ്ര ഞാൻ ഇവളെ കല്യാണം കഴിച്ചത്. എന്നിട്ടും ഇപ്പോഴും ഇവളുടെ പേരിൽ കളങ്കമുണ്ടോ? സിദ്ധു മുന്നോട്ട് വന്ന് വാശിയോടെ ചോദിച്ചു കേട്ടതും
അവനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ ഇന്ദ്രൻ അങ്ങനെ തന്നെ കിടന്നുപോയി. ക്ഷമിച്ചേക്കിന്ദ്ര, എൻ്റെ ഭാര്യ ആരെക്കാളും നീ അംഗീകരിച്ചു തരണം ഇന്ദ്ര. സിദ്ധു ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ പിന്നെയൊന്നും മിണ്ടിയില്ല. എങ്കിലും അന്നാസ്രാണിയുടെ കുഞ്ഞ് മാളുവിൻ്റെ വയറിലേക്ക് നോട്ടം പോയതും ഇന്ദ്രൻ അമർഷത്തോടെ പിറുപിറുത്തു. കൊന്നു കളഞ്ഞേക്കാം ഇന്ദ്ര. ഇവളുടെ വയറ്റിൽ വെച്ച് അതിനെ കൊന്നുകളയാൻ പറ്റുന്നല്ലേയുള്ളൂ. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കൊല്ലാമല്ലോ. മരിച്ച ഉടനെ മരിച്ചുപോയ കുഞ്ഞായിട്ട് അറിയപ്പെട്ടാൽ മതി ആ ശ്രീകരം. വർമ്മ വീർപ്പോടെ പറഞ്ഞു കേട്ടതും മാളു അയാളെ വിശ്വാസം വരാതെ നോക്കി. പിന്നെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. സിദ്ധുവിന് അത് കണ്ടിട്ടും കേട്ടിട്ടും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. തൻ്റെ കുഞ്ഞല്ലല്ലോ, താൻ ആഗ്രഹിച്ച പെണ്ണുമല്ല. തൻ്റെ ആഗ്രഹവും മോഹവും എല്ലാം അവളാണ് ദക്ഷ. അവളിലൂടെ എനിക്ക് ജനിക്കുന്ന കുഞ്ഞാണ്. സിദ്ധു മനസ്സുകൊണ്ട് ഓർത്തപ്പോൾ തന്നെ ശരീരം മൊത്തത്തിൽ ഒരു കുളിര്. സിദ്ധുവിന് ഞാൻ പറഞ്ഞതിൽ വല്ല എതിർപ്പുണ്ടോ? വർമ്മ ഗൗരവത്തോടെ സിദ്ധുവിനെ ഒന്ന് നോക്കി. ഇല്ല മുത്തച്ഛ, എല്ലാം മുത്തച്ഛൻ്റെ ഇഷ്ടം പോലെ. സിദ്ധു അയാളെ നോക്കി ബഹുമാനത്തോടെ പറഞ്ഞു കേട്ടതും ഒന്നോടെ ഞെളിഞ്ഞിരുന്നു വർമ്മ. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നതാണ് മാളു. അവൾ കരച്ചിലയുടെ ബെഡിലേക്ക് വീഴുമ്പോഴാണ് പുറകിൽ നിന്ന് മാറു അവളെ ചേർത്ത് പിടിച്ചത്. ശരീരത്തിൽ പുഴു വരിക്കുന്നത് പോലെ തോന്നിയിട്ടും അങ്ങനെ തന്നെ കിടന്നവൾ. എങ്കിലും റൂം ലോക്കല്ലേ എന്ന് ഒന്നോട് നോക്കിയവൾ. അത് ലോക്കാണെന്ന് കാണുന്നതും ഒരാശ്വാസം തോന്നിയവൾക്ക്. എന്തിനാ നിങ്ങളെങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നത്? അതിന് മാത്രം ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? മാള് ക്ഷീണത്തോടെ എഴുന്നേറ്റിരുന്നുകൊണ്ട് ചോദിച്ചതും അവൾക്ക് മുന്നിലിരുന്നവൻ ഒരു പുച്ഛത്തോടെ അവളെ നോക്കിയെന്ന് ചിരിച്ചു. എനിക്കിപ്പോൾ അങ്ങനെ 4 ആൾക്കാണെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്നറിയില്ല നിനക്ക്. പിന്നെ ഇവിടെയാണെങ്കിൽ എന്നെ ആരും സംശയിക്കില്ല. ആ സഹസ്രയെ കൊന്നു കുഴിച്ചു മുടതെ എനിക്കിനി സമാധാനത്തോടെ കഴിയാൻ പറ്റത്തില്ല. മുന്നിലുള്ളവൻ ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു കേട്ടതും മാളു അയാളുടെ വെറുപ്പിൽ മുഖം തിരിച്ചു. ഇത് വേണ്ട കേട്ടോ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഭാവങ്ങളൊന്നും പോരാ, അല്പം ഹോട്ടാവണം. മാളുവിൻ്റെ മുഖം കണ്ടതും അവൻ അല്പം ക്രൂരതയോടെ പറഞ്ഞു. അത് കേട്ടവളുടെ കണ്ണൊന്നും നിറഞ്ഞു. എന്നെ ഒന്ന് വെറുതെ വീട്ടേക്ക്, വൈകിനിക്ക്. മാള് തൻ്റെ മുഖം കയ്യിൽ പൊത്തിക്കൊണ്ട് കരഞ്ഞു. അങ്ങനെ നിന്നെ വിട്ടാൽ പിന്നെ എന്നിലെ വികാരം ഞാൻ ശമിപ്പിക്കുന്നത് എങ്ങനെയാ മാളവിക? അല്ലെങ്കിലും ആലോചിച്ചായിട്ടുള്ള നിന്റെ വീഡിയോ കണ്ടപ്പോൾ മുതലേ എനിക്ക് നിന്നെന്ന് അറിയാൻ തോന്നി. അറിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടവുമായി. അവളുടെ ഏതൊരു കാരണയും ഇല്ലാതെ അവളുടെ ഡ്രസ്സെല്ലാം അവൻ ഊരി ബെഡിന് താഴേക്ക് എറിഞ്ഞുകൊണ്ട് അവളുടെ മേലെ കിടന്നതും കണ്ണുകൾ അടച്ചു പിടിച്ചു മാളും. കുറച്ച് ദിവസമായി ഇയാളുടെ ഈ പ്രവൃത്തി സഹിക്കുന്നു. ഇതിന് താൻ കൂട്ടു നിന്നില്ലെങ്കിൽ എൻ്റെ വീഡിയോ ലോകം മുഴുവൻ കാണുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ എങ്ങനെ വഴങ്ങാതിരിക്കും? നിറഞ്ഞ കണ്ണോടെ മാളു ഓർത്തതും അയാളുടെ കൈവിരലുകൾ അവളിലൂടെ ചലിച്ചു. എത്ര ബലം പിടിച്ചു നിന്നിട്ടും സ്ത്രീ സഹജമായ ശീലക്കാരങ്ങൾ അവളിൽ നിന്നും പതിയെ പുറത്തു വന്നു. അവളുടെ മാറിൽ വിശ്രമിച്ചവൻ്റെ ചൊടികൾ പുച്ഛത്തോടെ നിന്ന് വിടർന്നു. അത്രയുള്ളൂ നീ എന്ന് പറയും പോലെ. ദീപക് ഡോക്ടർ. അവളിലൂടെ അലഞ്ഞു നടന്നവൻ്റെ ചുണ്ടുകൾ നൽകുന്ന സുഖത്തിൽ കണ്ണുകൾ അടച്ച് പിറുപിറുത്തു അവൾ. അവളുടെ പുലമ്പിൽ പിടിവിട്ടതുപോലെ അവളിൽ അവൻ അലിഞ്ഞു ചേരുമ്പോൾ കാമം എന്നൊരു വികാരം മാത്രമേ മുന്നിട്ട് നിന്നുള്ളൂ. അതവനുമാണെങ്കിലും അവൾക്കാണെങ്കിലും. എന്ന് നിന്റെ മുഖമെല്ലാം വിളറിയിരിക്കുന്ന വയ്യേ നിനക്ക്? അടുക്കളയിൽ പതിയെ നടന്നു വരുന്ന മാളവിനെ നോക്കി ഭാമ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. അത് കേട്ടതും അവളൊന്ന് പരിങ്ങിപ്പോയി. ദേഹമെല്ലാം വല്ലാത്ത വേദന, അതാകും. മാൾ വർക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞിട്ട് ഭക്ഷണം വിളമ്പി റൂമിലേക്ക് നടന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്. ഭക്ഷണമെല്ലാം അവളുടെ റൂമിൽ കൊണ്ടുപോയി കഴിക്കും. കൂടാതെ രാത്രി മാത്രമാണ് സിദ്ധുവിൻ്റെ റൂമിൽ കിടക്കുന്നത്. ബാക്കി സമയമെല്ലാം സ്വന്തം റൂമിലായിരിക്കും അവൾ. സിദ്ധുവും മാളും ഇനി ജീവിച്ചു തുടങ്ങിയില്ലേ എന്നൊരാശങ്ക അവിടെ ഉള്ളിൽ വന്നെങ്കിലും അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഓർത്തതും അവർന്ന് ശ്വാസം വലിച്ചെടുത്തു. റൂമിലേക്ക് പോയ മാള് തൻ്റെ പുറകെ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ചിരുന്നു. ബെഡിൽ കിടക്കുന്ന ദീപകിനെ കണ്ടതും ഒരു വല്ലായ്മയുടെ അവന് നേരെ ഭക്ഷണം വെള്ളവും നീട്ടിയവൾ. നീ കഴിക്കുന്നില്ലേ? ഒത്തിരി നാളുകളായി ഇങ്ങനൊരു വാക്ക് താൻ ആരിൽ നിന്നെങ്കിലും കേട്ടിട്ട്. നിറയാൻ തുടങ്ങിയ കണ്ണുകൾ വേഗം തുടച്ചു മാറ്റിയവൾ. ഡോക്ടർ കഴിച്ചിട്ട് കഴിക്കാം. മാളു അവൻ്റെ അരികിൽ നിന്ന് അല്പം നീങ്ങിയിരുന്നുകൊണ്ട് പറഞ്ഞു കേട്ടവൻ അവളെ ഒന്ന് നോക്കി. ക്ഷീണമുണ്ട്, നല്ലോണം ആഹാരം കഴിക്കാൻ നോക്ക്. ഞാനിവിടെ ഉള്ളിടത്തോളം എനിക്ക് ആവശ്യമുള്ളതാണ് ഇതൊക്കെ. അവളുടെ മാറിടത്തിൽ നിന്ന് ഡ്രസ്സ് നീക്കിയ ഭാഗത്തേക്ക് നോക്കി ചുണ്ട് നനച്ചുകൊണ്ട് അവൻ പറഞ്ഞതും മാളു മുഖം കുനിച്ചിരുന്നു പോയി. ആലോഷ്യമായി പറ്റുമ്പോഴൊക്കെ ഇൻറ്റിമസി ആയിട്ടുണ്ട്. എങ്കിലും പ്രണയത്തോടെ അവനിൽ ചേരുമ്പോൾ കിട്ടുന്നതിനേക്കാൾ സംതൃപ്തി തനിക്ക് മുന്നിലിരിക്കുന്ന ഇയാളിൽ നിന്നും കിട്ടുന്നുണ്ടെന്നോർക്കെ മാളു അവനെ മുഖം ഉയർത്തിയൊന്ന് നോക്കി. ഇവിടെ അങ്ങനെ അധികം ദിവസം താമസിക്കാനൊന്നും പറ്റില്ല. ആരെങ്കിലും കണ്ടാൽ അവൻ്റെ നോട്ടം പോലും മനസ്സിലെ ചിന്തയെ വഴിതിരിച്ച് വിടുന്നു എന്ന് കണ്ട മാളു പതിയെ സംസാരം വഴിതിരിച്ച് വിട്ടു. അല്ലെങ്കിലും ജീവിതകാലം മുഴുവനും എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമൊന്നുമില്ല. നാട് വിടും ഞാൻ. അതിൻ്റെ ജോലി ഒരു വശത്ത് കൂടെ നടക്കുന്നുണ്ട്. എങ്കിലും അവൻ എന്നെ കൊല്ലാതെ കൊന്ന ആ സഹസ്ര, അവനെ കാലപുരിക്ക് അയക്കാതെ മടങ്ങില്ല ഞാൻ. കൂടെ ആ ദക്ഷയുള്ള മോഹവും തീർക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോകും എന്നേക്കുമായി. അതുവരെ നീ എന്നെ സഹിച്ചേ പറ്റൂ. ദീപക് പറയുമ്പോൾ മാളു ഒന്നും മിണ്ടിയില്ല. രാത്രി നീ ഇവിടെ വന്ന് കിടക്കോ?
ആ സിദ്ധുവിൻ്റെ അടുത്ത് കിടന്നിട്ടും നിനക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. ഇവിടെയാണെങ്കിൽ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കാം. അവളെ മൊത്തത്തിൽ നോക്കി ചുണ്ട് നനച്ചുകൊണ്ട് ദീപക് പറഞ്ഞതും മാളുവും അങ്ങനെ ചിന്തിക്കാതിരുന്നില്ല. സിദ്ധുവിൻ്റെ റൂമിൽ നിന്നും ഇവിടേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചാലും അവൻ എതിർക്കാൻ പോകുന്നില്ല. മാളു ആലോചനയുടെ ഇരിക്കുന്ന കണ്ടതും ദീപകിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. ഇവിടെ നിന്ന് പോകുന്നത് വരെ തൻ്റെ ശമനം അടക്കാൻ അവനൊരു ശരീരം വേണമായിരുന്നു. അതിന് എന്തുകൊണ്ട് മാള് തന്നെയാണ് ബെസ്റ്റ് എന്ന് തോന്നി അവന്. അവളെന്ന പെണ്ണ് തന്നിലെ ആണിൽ മയങ്ങിയിട്ടുണ്ട്. ഇനി എന്നിൽ മയങ്ങേണ്ടത് നീയാണ് ദക്ഷ. നിന്നെ നേടാതെ മരിച്ചു പോയാൽ മോക്ഷം പോലും കിട്ടില്ല എനിക്ക്. ദീപക് കണ്ണുകൾ അടച്ച് ബെഡിൽ ചാഞ്ഞിരുന്നുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. രാവിലെ സഹസ്രയെ കാണുന്നത് വരെ മുള്ളിൽ മേൽ പോലെ നിലക്കുകയായിരുന്നു ദക്ഷ. അവനെ റൂമിലേക്ക് കൊണ്ടുവന്നത് കണ്ടതും അവളുടെ മനസ്സിലെ തീയൊന്ന് അണഞ്ഞതുപോലെ തോന്നി. അവളുടെ ചുവന്ന കണ്ണുകളിൽ വെള്ളം നിറയാൻ തുടങ്ങുന്ന കണ്ടതും വാടിയ മുഖത്തോടെ കിടന്ന സഹസ്ര അവളെ നോക്കിക്കൊണ്ട് ഒന്നുമില്ലെന്ന് കണ്ണു കാണിച്ചു. മോനെ. വൈദേഹി അവനരികിൽ ഇരുന്നുകൊണ്ട് വിളിച്ചതും സഹസ്രപതി ഒരു വാടി പുഞ്ചിരി കൊടുത്തു. അവനും അധികം സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മുറിവിൻ്റെ വേദനയും ശരീരത്തിൻ്റെ കുഴഞ്ഞ അവസ്ഥയും ഒക്കെ കൂടിയായപ്പോൾ സഹസ്ര തളർന്നുപോയി. അവന് ക്ഷീണമുണ്ട് വൈദേഹി, നീ മാറിയിരിക്കെ, ഉറങ്ങട്ടെ അവൻ. സഹസ്രയുടെ വാടി മുഖം കണ്ട് തൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു പോയെങ്കിലും വീരസിംഹ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും വൈദേഹി തല കുലുക്കിക്കൊണ്ട് അവൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് മാറി. ആരാണ് വന്നെന്ന് അറിഞ്ഞോപ്പാ? വളരെ പതിഞ്ഞ രീതിയിലുള്ള ശബ്ദമായിരുന്നു അപ്പോൾ സഹസ്രയ്ക്ക്. അത് കേൾക്കിയ ദക്ഷ തൻ്റെ സങ്കടം ഉള്ളിലൊന്ന് ഒതുക്കി വെച്ചു. ഒട്ടും വയ്യായിരിക്കും, അല്ലെങ്കിൽ ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഇങ്ങനെ പതിഞ്ഞു പോകില്ലല്ലോ. ഉള്ളാലെ പറഞ്ഞിട്ട് അവൾ അവനെ നോക്കി നിന്നു. ഇതുവരെ അറിഞ്ഞില്ല സഹസ്ര, അവൻ ദേഹം മുഴുവൻ മൂടിയിട്ടുണ്ടായിരുന്നു. CCTV നോക്കിയിട്ട് പോലും ആളെ മനസ്സിലായില്ല. എങ്കിലും അവനെ ഇനി തിരയണ്ടപ്പാ, ആളാരാണെന്ന് എനിക്കറിയാം. വീരസിംഹ അമർഷത്തിൽ പറഞ്ഞു കേട്ടതും സഹസ്ര ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ പറഞ്ഞു കേട്ടതും എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. ആരാ മോനേത്? ഇവിടെ വന്ന് നിന്റെ മേലെ കൈവിരിക്കാൻ ആർക്കാണ് ഇത്ര ധൈര്യം വന്നത്? വീരസിംഹയുടെ മുഖമെല്ലാം വരിഞ്ഞു മുറുകി. അയാൾ ശബ്ദത്തിൽ ഗൗരവം മുന്നിട്ട് നിന്നു. ദീപക്, എൻ്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ ഡോക്ടർ ദീപക്. സഹസ്ര ദക്ഷയെ നോക്കി പറഞ്ഞു കേട്ടതും അവൾ നന്നായി തന്നെ ഒന്ന് ഞെട്ടി. ഭാന. അക്ഷയ് പല്ലുകൾക്കിടയിൽ വെച്ച് ആമർഷത്തിൽ പറഞ്ഞു കേട്ടതും ദക്ഷ അവൻ്റെ കൈകളൊന്ന് അമർത്തി പിടിച്ചു. അവനും മതിയായില്ലേ? വീരസിംഹ മുറുകിയ മുഖത്തോടെ ചോദിക്കുമ്പോൾ സഹസ്ര ഒരു ചിരിയോടെ കിടന്നു. അവൻ മറിഞ്ഞിരുന്ന് കളിക്കട്ടെ, ഞാനിവിടുന്ന് ഇറങ്ങും വരെ അവൻ ജീവിക്കട്ടെ. സഹസ്ര പറഞ്ഞിട്ട് അരികിൽ നിൽക്കുന്ന ദക്ഷയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. പിന്നെ പതി ക്ഷീണം കാണും കണ്ണുകളടച്ചു. അവൻ പിടിച്ച കൈവിരലൊന്ന് അമർത്തി ദക്ഷ. ഇന്നലെ രാത്രി അത്രമാത്രം താൻ പേടിച്ചു പോയി. ദീപകിൻ്റെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും അവൾ അമർഷത്തോടെ പല്ല് കടിച്ചു. എൻ്റെ കൈ കൊണ്ടായിരിക്കും അവൻ്റെ അവസാനം, വീട്ടിലെ ഞാൻ. ദക്ഷ പതി പിറുപിറുത്തുകൊണ്ട് സഹസ്രയെന്ന് നോക്കി. ഇന്ദ്രൻ തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. അതിലെ ദക്ഷയുടെ ഫോട്ടോയ്ക്ക് വല്ലാത്ത ഭംഗി പോലെ. അന്ന് താൻ അവളും സാരി അഴിച്ചു മാറ്റിയപ്പോൾ നിന്നാ അവളെ നിൽപ്പ്. ഇപ്പോഴും കൺമുന്നിൽ കാണുന്നത് പോലെ ഇന്ദ്രൻ ചുണ്ട് കടിച്ചു പിടിച്ചു. വല്ലാത്തൊരു ലഹരിയെ മാറിയിരിക്കുന്ന ഇപ്പോൾ ആ പെണ്ണ്. അത് പക്ഷേ കേവലം കാമത്തിൻ്റെ പുറത്ത് മാത്രമല്ല, സ്നേഹത്തിൻ്റെ പുറത്തുകൂടെ. കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നതിന് പകരം വല്ലാത്ത ആവേശമാണ് അവളോട്. അത്രമാത്രം ഭ്രാന്തി പിടിച്ചതുപോലൊരു മോഹമാണ് ഇന്ദ്രൻ്റെ നീ. ദക്ഷയുടെ മുഖമൊന്ന് സൂം ചെയ്ത് അവളെ നോക്കി പതി പിറുപിറുത്തു അവൻ. ഇവിടുത്തായിരുന്നുണ്ടോ ഇന്ദ്ര? അവൻ്റെ അരികിലിരുന്ന സിദ്ധു ദേഷ്യത്തിൽ ഇന്ദ്രൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി അവനിലും അത് മാറ്റി വെച്ചിരുന്നു. എന്താ സിദ്ധു നിനക്ക്? സിദ്ധുവിൻ്റെ പ്രവൃത്തി കണ്ടതും ഇന്ദ്രൻ അമർഷത്തോടെ ചോദിച്ചു. ഉറങ്ങാൻ നോക്കിക്കേ നീ, മരുന്ന് കഴിച്ചിട്ട് കുറേ നേരമായല്ലോ, ഇനിയും ഇങ്ങനെ ഉറക്കം മോഷിരിക്കുന്ന എന്തിനാ? അവൻ തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ്റെ മുഖമൊന്ന് ശാന്തമായി. എനിക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? സിദ്ധുവിനപ്പുറം ഇരിക്കുന്ന തീർത്തേക്കൂടെ നോക്കി ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചതേയുള്ളൂ അവർ. നിനക്ക് വീട്ടിലേക്ക് പോകാമായിരുന്നല്ലോ തീർത്ത? തീർത്തയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ ഒരു ചിരിയോടെ ഇന്ദ്രൻ്റെ അരികിൽ വന്നിരുന്നു അവൾ. നീ ഇവിടെ എങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ പോയി സമാധാനത്തോടെ ഇരിക്കും ഇന്ദ്ര? അതാ ഞാൻ പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോയാൽ മതി. നിൻ്റെ ഈ കിടപ്പ് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിൻ്റെ അടുത്ത് നിന്ന് മാറാനും വയ്യ. കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് തീർത്ത പറഞ്ഞു കേട്ടതും അവൻ്റെ മുഖം ഒന്നുകൂടെ തെളിഞ്ഞു. എങ്കിലും അവളുടെ ഇഷ്ടം തനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഇന്നിൻ്റെ മുഖം ഒന്ന് മാറി. നിന്റെ ജീവിതമാണിപ്പോൾ തകർന്നത് അല്ല തീർത്ത? എനിക്ക് ദക്ഷയെ കിട്ടുമ്പോൾ ആരുമില്ലാതായി പോകുന്നത് നിനക്കല്ലേ? അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും നീ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായി. ആ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും തീർത്ത. അവളുടെ കയ്യിൽ പിടിച്ച ഒരു ഉറപ്പ് പോലെ ഇന്ദ്രൻ പറഞ്ഞതും തീർത്ത ചിരിയോടെ അവനെ നെറ്റിയിലെന്ന് ചുംബിച്ചുകൊണ്ട് ആ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു. അവളുടെ പ്രവൃത്തിയിൽ ആദ്യമൊന്ന് ഞെട്ടിപ്പോയെങ്കിലും ഇതവൾ സാധാരണ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഒരു ചിരിയോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇന്ദ്രൻ നെഞ്ചിൽ അമർന്ന അവൻ്റെ ഗന്ധമുള്ളിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു തീർത്തിയപ്പോൾ. എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാനൊട്ടും ഇഷ്ടമുണ്ടായിട്ടില്ല ഇന്ദ്ര. പക്ഷേ നിന്റെ താലിയിട്ട് നടക്കുന്നതിനേക്കാൾ എത്ര ഇരട്ടി അന്തസ്സാണ് സഹസ്ര താലിയിട്ട് നടക്കാൻ. അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ മോചിപ്പിക്കും.
തീർത്ത് അവനോട് ചേർന്നിരുന്നുകൊണ്ട് മനസ്സിൽ പറഞ്ഞതും ഇന്നെൻ്റെ കൈകൾ അവളെ പതിയെ തട്ടി കടന്നുപോയി. ഇതൊക്കെ കാണാൻ സിദ്ധു അവിടെ ഇരിക്കാൻ പറ്റാതെ പുറത്തേക്ക് ഇറങ്ങി. അവന് തീർത്തയോട് വെറുപ്പ് തോന്നി. ഇന്ദ്രനെ ഇങ്ങനെ പറ്റിക്കുന്നത് ഓർത്തിട്ട്. പക്ഷെ താനും അങ്ങനെയാണല്ലോ എന്നോർത്തതും അവനിലും ഒരു ദീർഘശ്വാസം പുറത്തേക്ക് വന്നു. തങ്ങളുടെ ജീവിതം എന്നു മുതലാണ് മാറി മറിഞ്ഞത് ദക്ഷ? അവൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ, ഇന്ദ്രന് അവളോടൊരു മോഹം തോന്നിയത് മുതൽ. വേണ്ടായിരുന്നു, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണ്ടായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഇന്ദ്രനെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ടി വരില്ലായിരുന്നു. സിദ്ധു ആലോചനയുടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് മാളുവിൻ്റെ കോൾ അവന് വരുന്നത്. കാര്യം എന്താണെന്നറിയാൻ അവനത് എടുത്തു നോക്കി. ഞാനെന്ന് എൻ്റെ റൂമിൽ കിടന്നോട്ടെ. അവളുടെ പതർച്ച നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ സിദ്ധുവിന് തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി. ഇന്നു മുതലാണ് ഇവൾ തന്നോട് സംസാരിക്കാൻ പേടിച്ചു തുടങ്ങിയത്. ഞാൻ ഹോസ്പിറ്റലാണ്. ഇനിയിപ്പോൾ ഇന്ദ്രൻ ഡിസ്ചാർജ് ആവുന്നത് വരെ ഞാൻ ഇവിടെയായിരിക്കും. സിദ്ധു മറുപടി പറഞ്ഞു കേട്ടതും പിന്നെ ഒന്നും സംസാരിക്കാനില്ലാത്തതുപോലെ മാളു ഫോൺ കട്ട് ചെയ്തു. ഒരാളെ സ്നേഹിച്ച് അവനാൽ ചതിക്കപ്പെട്ടതല്ലാതെ അവൾ ചെയ്ത തെറ്റെന്താണ്? ദക്ഷ തൻ്റെ മനസ്സിലില്ലായിരുന്നുവെങ്കിൽ മാളുവുമൊത്ത് എന്തെങ്കിലും ഒരു ജീവിതം തുടങ്ങാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല. ഇവിടെ ഇല്ലാതാവുന്നത് അവളുടെ ജീവിതം മാത്രമാണ്. സിദ്ധു മാളുവിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ആ സമയം ഫോൺ മാറ്റിവെച്ച മാളുവിനെ ഒരു ചിരിയോടെ ദീപക് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു.